ഗതികെട്ടാൽ പുലി പുല്ലും തിന്നുമെന്നാണ്. ഏതാണ്ടിപ്പോൾ സമാനമായ അവസ്ഥയിലൂടെയാണ് CPM കടന്നു പോകുന്നത്. ഭരണവിരുദ്ധ വികാരം എത്ര നാരങ്ങയുടെ ശക്തിയുള്ള ഡിഷ് വാഷ് ഉപയോഗിച്ചാലും പോകില്ല എന്നുള്ളത് സഖാക്കന്മാർക്ക് പ്രത്യേകം ഒരു കടലാസിൽ എഴുതി കൊടുക്കണം. എന്നിട്ട് ഗൃഹസന്ദർശന പരിപാടിക്ക് ഒരു മാർഗരേഖ എന്ന നിലയിൽ മനഃപ്പാടമാക്കാനും പറയണം. മൂന്നാം തവണയും ഭരണത്തിലെത്താൻ CPM കണ്ടെത്തിയ കുറുക്കുവഴിയാണ് ഗൃഹസന്ദർശനം. പക്ഷേ ആ വഴിയൊക്കെ പണ്ടേ അടഞ്ഞതാണെന്ന് സഖാക്കൾ അറിഞ്ഞിട്ടില്ലെന്ന് മാത്രം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന ഭയത്തിൽ വീടുകൾ തോറും കയറിയിറങ്ങലാണ് ഇപ്പോൾ സഖാക്കളുടെ തൊഴിൽ. വെറുതെ കുശലാന്വേഷണം നടത്തി ഇറങ്ങിപ്പോകാനും കഴിയില്ല. മാനിഫെസ്റ്റോ അനുസരിച്ച് പ്രത്യേക രീതിയിൽ മാത്രമേ പെരുമാറാവൂ എന്നാണ് പാർട്ടി നിർദ്ദേശം. ജനങ്ങൾ മുഖത്ത് നോക്കി തെറി വിളിച്ചാലും ക്ഷമയോടെ കേട്ടിരിക്കണം, തിരിച്ച് തർക്കിക്കരുത്, പ്രകോപിപ്പിക്കരുത് എന്നിങ്ങനെയാണ് ആ ഉപദേശങ്ങൾ. വിപ്ലവങ്ങളുടെ വീരഗാഥ ചരിത്രം തന്നെ അവകാശപ്പെടാനുള്ള ഒരു സംഘടന എന്നാൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത് വളരെ തരം താഴ്ന്ന നിലയിലാണ്. ഗാസയിലെ സമാധാനത്തെക്കുറിച്ചും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തെക്കുറിച്ചും ക്ലാസ് എടുത്തിരുന്ന സമുന്നതരായ നേതാക്കൾ ഇപ്പോൾ വീട്ടമ്മമാരുടെ മുൻപിൽ പാത്രം കഴുകിയും മുറ്റമടിച്ചു നിൽക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് പിണറായി ഭരണം എത്തിച്ചേർന്നു. ജനങ്ങളും പ്രസ്ഥാനവും തമ്മിലുള്ള അകൽച്ച ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി തയ്യാറാക്കപ്പെട്ട പദ്ധതിയാണ് ഗൃഹസന്ദർശനം. പക്ഷേ ഇതിന് ബലിമൃഗങ്ങളാകേണ്ടി വന്ന നേതാക്കന്മാരിൽ ഒരാളാണ് MA ബേബി. കൊല്ലത്ത് ബേബിയുടെ നേതൃത്വത്തിലാണ് ഗൃഹസന്ദർശന പരിപാടി. ഈ പരിപാടിക്ക് പാർട്ടി അക്കമിട്ട് നിരത്തിയ മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. വീട്ടുകാർക്ക് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കണം, ഇടയ്ക്ക് കയറി പറയരുത്, അവരോട് തർക്കിക്കരുത്, ഇരുന്ന് സംസാരിക്കണം. എന്നാൽ മാർഗനിർദ്ദേശങ്ങളിലൊന്നും അടുക്കളയിൽ കയറി ദേശീയ സെക്രട്ടറി പാത്രം കഴുകി വെക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ബേബി സാറ് ഒരു മടിയും കൂടാതെ അടുക്കളയിൽ കയറി പാത്രം അങ്ങ് കഴുകി വെച്ചു. കഴുകി വെച്ച പാത്രം വീട്ടുകാർ കൂട്ടിയിരുന്ന പാത്രമാണോ, ബേബി ഭക്ഷണം കഴിച്ച പ്ലേറ്റ് ആണോ എന്ന് കൂടി ഇനി അറിയേണ്ടതുള്ളൂ. ഒന്ന് കൈയടിച്ചേക്കാം. കഴുകിയ പാത്രങ്ങളൊക്കെ വൃത്തിയായിട്ടുണ്ട്. നമുക്ക് വീണ്ടും വിഷയത്തിലേക്ക് കടക്കാം. അടുക്കള പുരാണത്തിന് ശേഷം ഇനി അലക്കുകല്ല് സീൻ പ്രതീക്ഷിക്കാമോ എന്ന പരിഹാസമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഉയരുന്നത്. പിണറായിക്ക് ഇഷ്ടപ്പെട്ട ഭരണം നിലനിർത്താൻ ബേബി ഏത് അടുക്കളയിലും കയറും, ഏത് പാത്രവും കഴുകുമെന്നാണ് പരക്കെയുള്ള അഭിപ്രായം. വെറുതെ ആ വഴി പോയ ചിന്താ ജെറോമിനും വയറു നിറയെ പരിഹാസം വിളമ്പുന്നുണ്ട് ജനങ്ങൾ. ബേബി പാത്രം കഴുകുമ്പോൾ കൂട്ടുപോയ ചിന്താ ജെറോം വാഴക്കൊലയിൽ നിന്നും കായെടുത്ത് ഉപ്പേരിക്കരിയുന്ന തിരക്കിലാണെന്ന പരിഹാസമാണ് വീഡിയോയ്ക്ക് കീഴിൽ കമന്റുകളായി കുമിഞ്ഞുകൂടുന്നത്. പോകുമ്പോൾ 2 പൊതിച്ചോറും കൂടി വാങ്ങിയോ എന്ന് ചോദിക്കരുതെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ സ്ഥാനത്ത് പോലും ഇരിക്കാനുള്ള സാധ്യത ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കിയ CPM ഇനിയുള്ള കാലം ജീവിക്കാനുള്ള മാർഗം കണ്ടുപിടിച്ചതാണോ എന്ന് ചോദിക്കുന്നവരും കുറവല്ല. ജനങ്ങളും പ്രസ്ഥാനവും തമ്മിലുള്ള അകലം കുറച്ച് സർക്കാരിനെ സ്നേഹിക്കാൻ പഠിപ്പിക്കാനാണ് CPM ഗൃഹസമ്പർക്ക പരിപാടിക്ക് തുടക്കമിട്ടത്. അകലം കൂടി എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ആ അകലം എത്രയെന്ന് ശ്രീമതി ടീച്ചറും ബാലനും കൊണ്ട് നടക്കുന്ന തീവ്രത അളക്കുന്ന യന്ത്രം കൊണ്ട് നിരീക്ഷിച്ചറിയാൻ കഴിയുന്നതല്ല. പണ്ടൊക്കെ ഒരു കല്യാണം നടന്നാലും മരണം നടന്നാലും ഇടതുപക്ഷ പാർട്ടി ആ വീട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അവസ്ഥ മാറി. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് ചിലരെങ്കിലും സഖാക്കളെ നോക്കി പറഞ്ഞു തുടങ്ങി. അതുകൊണ്ടാണ് വാർഡിലെ ഏതു വീട്ടിൽ കടിക്കുന്ന നായയുണ്ടെന്ന് വരെ അറിഞ്ഞിരിക്കണമെന്ന് പാർട്ടി ഇപ്പോൾ അണികൾക്ക് ക്ലാസ് എടുക്കുന്നത്. നായ്ക്കോലം കെട്ടിയാൽ കുറച്ചു തന്നെ തീരണം എന്ന് പറയുന്നത് പോലെ അധികാരം പോകാതിരിക്കാൻ ഏത് അടുക്കളപ്പണിയും ചെയ്യാൻ നേതാക്കൾ റെഡിയാണ്. നായ്ക്കോലം കെട്ടിയാൽ കുറച്ചു തന്നെ തീരണം എന്ന് പറയുന്നത് പോലെ അധികാരം പോകാതിരിക്കാൻ ഏത് അടുക്കളപ്പണിയും ചെയ്യാൻ നേതാക്കൾ റെഡിയാണ്. ഇതിലും ഭേദം ബേബി സാർ വേളാങ്കണ്ണിയിലേക്ക് നേർച്ച വാങ്ങി പോകുന്നതായിരുന്നു. അങ്ങനെയാകുമ്പോൾ 10 വീട് കൂടി കയറാമായിരുന്നു. പ്രസ്ഥാനത്തിന്റെ അസ്ഥി അറബിക്കടലിൽ ഒഴുക്കേണ്ടി വരുമെന്ന ഭയത്താൽ പാത്രം കഴുകാൻ ഇറങ്ങിയ സഖാക്കൾക്ക് വോട്ടർമാർ എന്ത് മറുപടി നൽകുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.